നമ്മുടെ മതിലിൽ ഒരു വാക്യം എഴുതുന്നത് എങ്ങനെയാ? തീ പോലെ ചൂള പോലെ കത്തുന്നത്, ചങ്ക് തകർന്ന് പിടിവെട്ട് ചാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയവൻ മതിലിലോട്ട് നോക്കിയപ്പോ ചൂള പോലെ. നമ്മൾ എന്തിനാ ഈ കുത്തുപരിപാടിയും കൊണ്ട് നടക്കുന്നേ? എന്നാൽ ഒരു കത്തോലിക്കനോ ഒരു യാക്കോക്കാരനോ അവന്റെ മതിലിൽ എഴുതുന്ന വാക്യം ഏതാ? ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട്. അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ, ഒരു സമാധാനമില്ലേ? നമ്മുടെ ഇടയിൽ കുറെ പരീശന്മാരുണ്ട്. രാവിലെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ വാട്സാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന വാക്യമാ, അനുസരണം കെട്ടവനെ തല്ലിക്കൊല്ലണം. എങ്ങാണ്ടൊന്നൊരു വാക്യം തപ്പി പിടിച്ചോണ്ട് വന്നിരിക്കുക. അവന്റെ കണ്ണ് കാക്ക കൊത്തിക്കൊണ്ട് പോകും. അതായി ഇതാ. ഞാൻ എത്ര പേരെ ബ്ലോക്ക് ചെയ്തേക്കെന്നറിയോ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛൻ ഏതാന്ന് ഞാൻ ചോദിച്ചു. ഈ നെഗറ്റീവ് വാക്യങ്ങൾ മുഴുവൻ തപ്പിപ്പിടിക്കുന്ന ഈ പുള്ളി ഏതാ? ഇത് ഞാൻ ഓർത്തിന് പണ്ടുകാരും എന്നെ വല്ല പരിചയമുള്ള പുള്ളി എനിക്കിട്ട് കൂടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ സത്യമായിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛൻ ഏതാന്ന് ചോദിച്ചു. നിർത്തണത് ഇത് കുത്തുവാക്യങ്ങളും കുത്തുസാക്ഷ്യങ്ങളും. ഞാൻ ഏതാണ്ട് കൂടിയ ആള്. ഞാൻ പ്രത്യേകം പ്രാർത്ഥന, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ഒന്നും വേണ്ട. നമുക്കെല്ലാം പ്രാർത്ഥനാ മുറിയുണ്ട്, എല്ലാവർക്കും കുറവുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഇരിക്കുന്ന സുന്ദരിയുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ? ഇതിൻ്റെ അമ്മ ആരാ? വീട്ടുകാരറിയാ വന്ന കൊച്ചാണോ ഇത്? ഞങ്ങൾ പിന്നെ സഹോദരിമാർ ഇവിടം വരെ കൈ ഉയർത്തുള്ളൂ. എന്നാ ഞങ്ങൾ സഹോദരിമാർ എങ്ങനെ കൈ ഉയർത്തുള്ളൂ? ഇവിടെ വരെ ഉയർത്തുള്ളൂ. കാരണം ഞങ്ങൾ ഇതിന്റെ മുകളിൽ ഉയർത്തുകയല്ല, വീട്ടിൽ ചെന്ന് നോക്കണം. ഞങ്ങൾ ഇവിടെ വരെ ഉയർത്തത്തുള്ളൂ. കാരണം എന്നാ? തല ആരാ? സ്ത്രീയുടെ തല ആരാ? കെട്ടിയവനാ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ ഉയർത്തുള്ളൂ. ഞങ്ങൾ ഇത്ര ഉയർത്തുകയല്ല. അത് വീട്ടിലോട്ട് ചെന്ന് നോക്കണം. പൊതുക്കോ എന്നാ കൊടുക്കുന്നത്. മക്കളെ, എനിക്ക് നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യ ചിരിക്കുന്നുണ്ടോ, എനിക്ക് ചിരി വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചർച്ച ഞങ്ങൾ കുടുംബമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ ചെന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ സഭയെ പറയുന്ന പോലെ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു സഭയത് ഞാൻ എപ്പോഴും ചെന്ന് പറയും. ഞാൻ പറയട്ടെ, അപ്പം ഞങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യും? ഞങ്ങൾ പുരുഷന്മാരുടെ മോളിൽ ഞങ്ങൾ കൈ ഉയർത്തത്തില്ല. അപ്പം പുരുഷൻ്റെ തലയാരാ? ഞങ്ങൾ 6 മണ്ടല്ല കൈപൊക്കുന്നത്. ഇതൊക്കെ എവിടുന്ന് കിട്ടിയ സംസ്കാരമാണോ എൻ്റെ പോന്നെ? ഇപ്പൊ കൊച്ചിന് അമ്മയുണ്ടോ അതോ വീട്ടുകാരറിയാമെന്നാണോ? അങ്ങനെ പറയാൻ വന്ന കാര്യവും മറന്നുപോയി. നിങ്ങളുടെ ഈ കൊച്ചുണ്ടല്ലോ, പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. മടുപ്പ് കൊച്ചാ കേട്ടോ. ഞാൻ പറഞ്ഞ ആ അമ്മ സമ്മതിക്കുമോ? ആ അമ്മ നിങ്ങൾ പറ. എൻ്റെ മകൻ എടുക്കണം. എൻ്റെ മകൻ ഒരു പൊട്ട ചെറുക്കനാ, ഒന്നിനും കൊള്ളുകയില്ല. നിങ്ങളാണ്ട് ആ പുള്ളിക്കാരത്തിയോടൊന്ന് പോയി പറഞ്ഞു നോക്കിയേ. അവൾ സമ്മതിക്കുകയില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ മകൻ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നാണോ? ഒത്തിരി കുറവുകളുണ്ട്. പക്ഷെ അവൻ്റെ കാരണവന്മാർ ഒരിക്കലും സമ്മതിക്കുകയില്ല. അല്ലേ? നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവേ, ഞങ്ങളുടെ സഹോദരനുണ്ടല്ലോ, ആൾ ഒട്ടും ശരിയല്ലെന്ന് പറഞ്ഞാൽ നീ കണ്ടം വഴി ഓടേണ്ടി വരും. കർത്താവ് ഒരുവനെ രക്ഷിക്കുമ്പം അവന്റെ മുഴുവൻ അവസ്ഥ കർത്താവ് ആൽഫയും ഓർത്തോണം. അതെനിക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പഴയൊരു അന്തരീക്ഷമായിരുന്നു ഞാനത് പറഞ്ഞേനെ. എനിക്ക് എവിടെ നിന്നൊക്കെയോ നമ്മളെ ഇങ്ങനെ ഉന്നുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവിടെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓപ്പണായിട്ട് പറയുന്നില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയോ? ഒരു വീഴ്ച പറ്റിപ്പോയെന്നും പറഞ്ഞ് നീ ഇറങ്ങി ഓടാനും നിൽക്കേണ്ട കുഞ്ഞെ. തമ്പുരാൻ നിന്നെ സ്നേഹിച്ചതാണ്, അത് നിത്യ സ്നേഹമാണ്. പക്ഷെ നീ നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ കുറവുകൾ പറഞ്ഞ് നടക്കരുത്. പക്ഷെ തമ്പുരാനോട് പറഞ്ഞേക്കണം, അപ്പാ പറ. എന്റെ കൂടെ ആരണ്ടൊക്കെ ഉണ്ട്. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പറഞ്ഞോണം. അവിടെ നമ്മൾ നീതിമാൻ ക്ഷമയാൻ നിൽക്കരുത്. എടുത്ത് ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യരോട് പറഞ്ഞേക്കരുത്. മനുഷ്യരോട് പറഞ്ഞ ആ പേര് ദോഷം